ഫ്രണ്ട്സ്, ഞാൻ ശ്രീജിത്താണ്. അപ്പം എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി സഞ്ചരിച്ച ഒരു സ്റ്റേറ്റാണ് കർണാടക സ്റ്റേറ്റ്. ഏകദേശം 2005 മുതൽ കർണാടക സ്റ്റേറ്റിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൊറോണ സമയത്ത് ഒത്തിരി ഇടവേളകൾ വന്നെങ്കിലും കൂടിയിട്ട് ഇപ്പം ഞാനുള്ളത് കർണാടകയിലെ ദാവൻഗിരി ഡിസ്ട്രിക്റ്റിലെ ചെന്നാഗിരിക്കടുത്തുള്ള നല്ലൂരാണ്. ഈ കർണാടകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി വിചിത്രമായ കൾച്ചറുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് ഈ കർണാടക സ്റ്റേറ്റ്. അപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും വർഷത്തിന് ശേഷം ഇവിടെ ഞങ്ങളെ ഒരു വീട്ടിലെ കയറി താമസത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. ഇപ്പം വർക്ക് ചെയ്യുന്ന ആ ബിൽഡിങ്ങിന്റെ ഓണറുടെ വീടാണ്. നമ്മുടെ ബിൽഡിങ്ങിന്റെ നേരെ മേലെ തന്നെയാണ് അവർ വീട് വെച്ചിട്ടുള്ളത്. അപ്പം ഈ ബിൽഡിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. കയറി താമസത്തിന്റെ പാർട്ടി നടക്കുകയാണ്. ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. ഫംഗ്ഷന് പോകാൻ മടി കാണിച്ചത് കൊണ്ട് തന്നെ ഈ ബിൽഡിംഗ് ഓണർ ഒരു ബന്ധു വന്ന് പ്രത്യേകം ക്ഷണിച്ച് കൂട്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇതാണ് വീട്. ഉച്ചതിരിഞ്ഞത് മുതൽ തുടങ്ങിയ പാർട്ടിയാണ്. ഏകദേശം ആളുകളൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹം ഓണറുടെ അടുത്ത ബന്ധുവാണ്. അദ്ദേഹം നമ്മളെ കൂട്ടിയിട്ട് പോവുകയാണ്. അപ്പം ബിൽഡിങ്ങിന്റെ 3-ാം നിലയുടെ മുകളിലാണ് പാർട്ടി നടക്കുന്നത്. ഞാനും കുട്ടനും സുരേട്ടനും ഉണ്ട്. അത് നിലത്തിരുന്നിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. ഇതാണ് ഈ ജവാരി റൊട്ടി. നല്ല കടുക്കായിട്ടുള്ളതാണ്, നമ്പറാണ്. അതുപോലെ ഇത് രായിമുദ്ദയാണ്. ഞാനൊരു മുദ്ദ എടുത്ത് ഞാനും സുരേട്ടനും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രായിമുദ്ദ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഗിയില്ലേ, രാഗി അങ്ങനെ അരച്ചിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുത്ത ഒരു ബോൾ പോലുള്ള സംഭവമാണ്. അപ്പം അത് കറി കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കണം. അവരൊക്കെ നമ്മളെ കൂടെ ഇരിക്കുന്നുണ്ട്. ശിവെന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. നമ്മളിവിടുത്തെ ഒരു കമ്പനിയാട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ഫംഗ്ഷന്റെ അവസാന സമയം ആയതുകൊണ്ട് തന്നെ പ്രധാന കുടുംബക്കാർ മാത്രമാണ് ഇപ്പം ഭക്ഷണം കഴിക്കാനുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ പ്ലേറ്റിലേക്കാണ് കൈ കഴുകുക. ആട് കുറുമ, രായിമുദ്ദ, പിന്നെ റൈസ്, ഇതൊക്കെയായിരുന്നു ഭക്ഷണം. ആ വീട്ടിലെ അമ്മയാണ് കേട്ടോ ഇരിക്കുന്നത്. അമ്മയും മകനാണ്. ഇതാണ് വീട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മുടെ കേരള സ്റ്റൈലിലുള്ളൊരു വീട് തന്നെയാണ്. രോഹിത്, മദൻ. അപ്പൊ ഇദ്ദേഹമാണ് ഈ ബിൽഡിംഗ് ഓണർ, ഈ വീട്ടിലെ അച്ഛൻ. എന്തായാലും വളരെ സന്തോഷമായിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുത്തത്. എന്തായാലും നന്ദി പറഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഇതാണ് ആ വീടിന്റെ ഫുൾ വ്യൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ.